ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇത്രയധികം ക്രിമിനൽസ് കൂടി വരുന്നതെന്ന്. ഞാൻ പറയുന്ന വിഷയം വെഞ്ഞാറമ്മൂട് അഫാനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസ് 2-3 ദിവസമായിട്ട് ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ച് നടക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംസാരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഈ ക്രിമിനൽസ് ജയിലിലെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം വീണ്ടും തെറ്റ് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഇവരെ എന്താണ് ഇത്രയധികം ആകർഷിപ്പിക്കുന്ന തരത്തിലേക്ക് ജയിലിൽ വെച്ചിരിക്കുന്നതെന്ന് നോക്കിയിട്ട് നോ ഐഡിയ, ഒന്നും കിട്ടിയില്ല. പക്ഷെ നമുക്കൊക്കെ മൊത്തത്തിൽ അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവിടെ സുഭിക്ഷിതമായിട്ടുള്ള ഭക്ഷണം, അവർ നല്ല നല്ല സൗകര്യത്തിലാണെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം അറിയുന്ന ഒരു കാര്യമാണ്. പണ്ട് നമ്മൾ ഗോതമ്പുണ്ട അഴിക്കാന്ന് കളിയാക്കി പറയും, കൊളക്കട്ട തിന്നാന്നൊക്കെ കളിയാക്കി പറയുമെങ്കിലും നമുക്കിപ്പോൾ അറിയുന്ന കാര്യമാണ് അതൊന്നും അല്ല. അവിടെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചപ്പാത്തി, അത്രയും സുഭിക്ഷിതമാണ് അവരുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും മേ ബി അതുകൊണ്ടായിരിക്കാം പുറത്ത് ജോലി ചെയ്ത് ക്ഷീണിച്ച് രാപ്പകലില്ലാതെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സുഖമായിട്ടുള്ള കാര്യമാണല്ലോ പോലീസിന്റെ സെക്യൂരിറ്റിയിൽ നല്ല ജീവിതം, സുഭിക്ഷിതമായിട്ടുള്ള ഭക്ഷണം, അതിൻ്റെ കൂടെ ഈ ഞായറാഴ്ചയൊക്കെ തോറുമൊക്കെ സിനിമയൊക്കെ കാണാനുള്ള അത്രയും ഫെസിലിറ്റീസ് ഒക്കെ ശരി. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലുണ്ടെന്നുള്ളത് ഞാൻ ഈ അഫാന്റെ കേസോട് കൂടിയാണ് അറിയുന്നത്. അതായത് തെറ്റൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ ജീവിതം, സിനിമയൊക്കെ കണ്ട് ലയിച്ചിങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു നല്ല അവസരം ചുമ്മാല വരെ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട കുറേയധികം ജയിലിലെ കുറേയധികം തടവുള്ളികൾ കാണുമല്ലോ, അല്ലെങ്കിൽ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഈ പറയുന്ന വർഷത്തിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഇവരെല്ലാം കൂടെ കൂട്ടിയിട്ട് വീഗാലാൻഡിലേക്ക് ഒരു ടൂറും കൂടെ, ഇവർക്കൊരു ഉല്ലാസയാത്രയും കൂടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽസിന്റെ എണ്ണം ഒന്ന് കൂട്ടായിരുന്നു. അത് ഭയങ്കര റെക്കോർഡാണല്ലോ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു അംഗീകാരമായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ക്രിമിനൽസിനെ ഇത്രയധികം താലോലിച്ച് പുന്നരിപ്പിച്ച് കൊണ്ട് നടക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര പുരോഗമനമായിട്ടുള്ളൊരു കാര്യമാണല്ലോ, നല്ലൊരു കാര്യമാണ്, നല്ലൊരു പ്രവൃത്തിയാണ്. എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്ന് മാത്രം മനസ്സിലാവാത്ത കാര്യമാണ്. അതിലപ്പുറത്തേക്ക് അഫാൻ എന്ന് പറയുന്ന ഒരുത്തൻ 5 പേരെ നിഷ്കരുണം കൊന്നു തള്ളിയ ഒരു വൃത്തികെട്ട കാലൻ, അതിനകത്ത് 3 പേരോട് ചെയ്തത് അവന്റെ ഈ പറയുന്ന ഉമ്മൂമ്മയായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ അച്ഛന്റെ സഹോദരൻ, അവരുടെ ഭാര്യ, അവരോട് പ്രതികാരദാഹം മുഴുത്ത് ചെയ്തേന്ന് പറഞ്ഞു. അത് വിട്ട് കളയാൻ പറ്റുന്നതല്ല, എന്നാലും പോട്ടെ, ഒരു സൈഡിലേക്ക് വെക്കാം. പക്ഷെ ഈ പറയുന്ന കണ്ണിന് കണ്ണായി കൊണ്ട് നടന്ന, അല്ലെങ്കിൽ അത്രയും സ്നേഹിച്ച സ്വന്തം സഹോദരന്റെ കണ്ണടക്കം അടിച്ചു പൊട്ടിച്ച്, അല്ലെങ്കിൽ അത്രയും ദ്രോഹം ചെയ്ത ആ വൃത്തികെട്ടവൻ, ഈ പറയുന്ന മനസ്സ് കൊടുത്ത് സ്നേഹിച്ച പെണ്ണിനെ, അവന് കടക്കണിയാണ്, അവന് ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ആ പെണ്ണിനെ വേറെ വിട്ടേക്കുക, അവൾക്ക് മറ്റൊരു ജീവിതം ഉണ്ടായിരുന്നല്ലോ, അവളെ ആ വിശ്വാസ്യത മുതലെടുത്തുകൊണ്ട് വിളിച്ചു വരുത്തി അത്രയും ക്രൂരമായിട്ട് കൊന്നുകളയാ. ഈ 2 കാര്യങ്ങളും അവന്റെ ജീവിത അവസാനം വരെ വേട്ടയാടുന്ന കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ടായിരിക്കും ഇവൻ പലപ്പോഴും പോലീസിനോട് പറഞ്ഞതാണ്. അതിലപ്പുറത്തേക്ക് പോലീസിന്റെ മുന്നിൽ വെച്ചാൽ ഇതിന് മുൻപ് തന്നെ ഞാൻ ഒരിക്കലും ഈ പറയുന്ന ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല, ശിക്ഷ നടപടി ഏറ്റുവാങ്ങാനൊന്നും ഞാൻ ഉണ്ടാവില്ല, ഞാൻ അതിന് മുന്നേ തന്നെ പോകും എന്നിവ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവൻ ഇതിന് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇവന്റെ ഈ പറയുന്ന സ്റ്റേജ്, അതായത് മെന്റൽ സ്റ്റേജ് നോർമൽ ആണോ എന്നുള്ള രീതിയിലേക്കുള്ള കുറെ ചർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഈ പറയുന്ന അതീവ സുരക്ഷാ ഈ സെല്ലിലേക്കൊക്കെ മാറ്റിയത്. ആ സെല്ലിൽ നിന്ന് ഇവനെ നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു തടവുപുള്ളി അവിടെ ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം അയാള് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയ ടൈമില്, പോലീസുകാരനെ മാറിയ ടൈമിലാണ് സിനിമ കാണാനായിട്ട് കൊണ്ടിറക്കിയെന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ശുചിമുറിയിൽ കയറി ഇയാൾ ഇത്തരത്തിൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറേയധികം കാര്യത്തിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇയാളുടെ തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട്, ഇയാളുടെ ഹൃദയത്തിന് ക്ഷതമേറ്റിട്ടുണ്ട് എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അവിടുന്ന് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ശുചിമുറി ഭയങ്കര ഇതായിട്ടുള്ളതാണ്, എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ആളെന്നുള്ള രീതിക്ക്. അപ്പം അത്രയും ഇതായിട്ടുള്ള ശുചിമുറിയാണ്. അവിടെ ഇയാൾ ഈ പറയുന്ന ആത്മഹത്യാ ശ്രമം നടത്തുന്ന സമയത്ത് വെളിയിലിട്ടിരുന്ന അയിലിട്ടിരുന്ന ഒരു ഇതും എടുത്തുകൊണ്ട് കയറുന്ന സമയത്ത് അവിടെ ആരും കണ്ടില്ല, ഇത്രയും ഇറങ്ങി ഓടുന്നു, അത് എടുത്തുകൊണ്ട് തിരിച്ച് കയറുന്നു. ഈ ടൈം പീരീഡിൽ ഒരാളും കണ്ടില്ല. അതിനിടയിൽ വെച്ചിട്ട് ഈ ഹൃദയത്തിന് ക്ഷതം സംഭവിക്കുക, അല്ലെങ്കിൽ തലച്ചോറിന് ക്ഷതം, കാരണം ഓക്സിജൻ അയാളുടെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ട് എത്തുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അയാൾ ഈ വേറൊരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ബ്രെയിൻ ഡെത്തിലേക്ക് പോകാനുള്ള സാഹചര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കാര്യം വരുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും പറയുന്നത്, കാരണം അയാളുടെ വക്കീല് സംസാരിച്ചിടത്തോളം അല്ലെങ്കിൽ പറഞ്ഞിടത്തോളം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വക്കീലിനെ അറിയിക്കേണ്ട കാര്യമുണ്ട്, പക്ഷെ ആ സമയത്ത് അറിയിച്ചിട്ടില്ല. അല്ലപ്പുറത്തേക്ക് അഫാൻ എന്ന് പറയുന്ന ഈ ഒരു ക്രൂരനോട് അയാളുടെ
വക്കീൽ സംസാരിച്ചിട്ടുള്ളപ്പോഴെല്ലാം എനിക്ക് ജാമ്യം വേണമെന്ന് മാത്രമാണ് അയാൾ പറഞ്ഞിട്ടുള്ളതെന്ന് ഈ വക്കീൽ പറയപ്പെടുന്നു എന്ന് പറയുന്നൊരു സംഭവം പുറത്തു വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മേ ബി പറഞ്ഞു വെക്കുന്ന കാര്യമായിരിക്കും അഫാനെ ഇനി മനഃപൂർവ്വം ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നൊരു സംഭവത്തിലേക്ക് വരുന്നത്. ഇനി അപായപ്പെടുത്തിയതാണെങ്കിൽ ഇനി അവൻ സ്വയം ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവൻ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്, നരയിക്കാനുള്ള കാര്യമാണ്. കാരണം ചെയ്തു വെച്ച പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്നത്, നമ്മൾ കർമ്മ എന്ന് പറയുന്നത് ബൂമറാങ് പോലെ അടിച്ചു തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പറയുന്നത്. നമ്മൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം നല്ലതായിട്ട് കർമ്മഫലം കിട്ടും, തിന്മയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. അത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല ഈ പറഞ്ഞ ഇഹലോകം പരലോകം എന്നൊക്കെ പറയാം. നമ്മൾ ഇഹലോക ജീവിതത്തിൽ ചെയ്യുന്ന ഈ ഒരു പാപകർമ്മങ്ങളുടെ ഫലമല്ല നമ്മൾ പരലോകത്തിൽ അനുഭവിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ മിക്കപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇഹലോകത്തിൽ ചെയ്യുന്ന എന്ത് കർമ്മങ്ങളായാലും നന്മയായാലും തിന്മയായാലും ഈ ഇഹലോകത്തിൽ തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ഇവിടെ തന്നെയാണ് ആ ഇഹലോകവും പരലോകവും ഒക്കെ ഇരിക്കുന്നതെന്ന് തന്നെ വിശ്വസിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കത്തേ ഉള്ളൂ. കാരണം ആ 2 ജന്മങ്ങളെ ഇത്രയും അധികം ക്രൂരമായിട്ട് ഈ പറഞ്ഞ വിശ്വാസ്യതയെ മുതലെടുത്തുകൊണ്ട് കൊന്നു കളഞ്ഞാണ്. അപ്പം അതിന്റെ ഫലം അനുഭവിക്കേണ്ടതുണ്ട്. അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ്. അവൻ അതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോഴും അബ്നോർമലായിട്ട് ഒന്നിനെ കുറിച്ചും ഒന്നും സോർട്ട് ഔട്ട് ചെയ്യപ്പെടാതെ നടന്നു പോകുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ആ ഒരു പ്രദേശത്ത് പട്ടികൾ നിരന്തരമായിട്ട് ചത്തൊടുങ്ങിയ ഒരു സംഭവമുണ്ട്. അതും ഈ പറയുന്ന തലയിൽ എന്തോ അടിച്ച് കൊന്നിട്ടുള്ള രീതിയിൽ. അപ്പം അതുണ്ട്. അതിലപ്പുറത്തേക്ക് ഈ ചെറുക്കൻ രാത്രിയിൽ ഈ പറയുന്ന ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന കുറേയധികം കേസുകൾ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും കടം ഇവൻ എന്തിലേക്ക് ഉണ്ടാക്കി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഈ ഒരു സംഭവത്തിന് ഇപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇനിയിപ്പം ഇവൻ എന്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അവൻ ചെയ്ത കാര്യത്തിൽ ഒരു തരത്തിലും ഈ പറയുന്ന ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ അതിനകത്തൊരു വസ്തുതയില്ല. അതിലപ്പുറത്തേക്ക് മക്കളെ വളർത്തുന്നതിന്റെ കാര്യത്തിലും അതിൽ സ്വാഭാവികമായിട്ട് മച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അമ്മ തന്നെയാണ് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും ആ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കൊണ്ടുവരേണ്ടുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുന്നുള്ളത്. അല്ലാതെ എല്ലാത്തിനും കൂട്ടു നിന്ന് കൊടുത്തിട്ട് അവസാനം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കൈ കഴുകിയിട്ട് യാതൊരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചു കഴിഞ്ഞാലേ നമ്മുടെ പിടുത്തത്തിൽ നിൽക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. അതിനപ്പുറത്തേക്ക് ഈ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് എനിക്ക് പലപ്പോഴും ഒരു യോജിപ്പും ഇല്ലാതെ പോകുന്നൊരു സിസ്റ്റമാണ്. കാരണം നമ്മുടെ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് കുറേയധികം നമ്മൾ പറയത്തില്ലേ ഈ കുറ്റവാളിയും ഈ പറയുന്ന ഇരയും ഉണ്ടെങ്കിൽ കുറ്റവാളിക്കും കിട്ടേണ്ട കുറേയധികം എന്തു പറയുന്നത് ചില സാധ്യതകൾ, ആ സാധ്യതകളെ കൂടി കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരേ ടൈമിൽ തന്നെ നമ്മൾ നല്ലതെന്നും പറയപ്പെടുന്നുണ്ട്, പക്ഷെ ആ ടൈമിൽ തന്നെ അതാണ് പോരായ്മയെന്ന് പറയേണ്ടി വരേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ, കാരണം നമ്മുടെ നിയമത്തിൽ കുറേയധികം മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഒരാൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഇത്രയധികം ഈ പറയുന്ന ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറേയധികം കേസുകൾ, റേപ്പ് കേസുകൾ, ഇതൊക്കെ കൂടി വരുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വാസ്യത കൂടണം, അതിലപ്പുറത്തേക്ക് ആ നിയമത്തിൽ പേടി വേണം. ആ പേടിയിലാണ് സത്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യം കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ആ ജനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോവുക നിയമങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളുടെ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണമെന്ന് പറയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ആ ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നിയമത്തിൽ കുറച്ചെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ. കാരണം നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കേസ് ഇങ്ങനെ കാണുന്ന സമയത്ത്, അതിൻ്റെ ഒരു വിധി പ്രഖ്യാപനം കാണുന്ന സമയത്ത് 8-9 വർഷമായി അത് നടന്നിട്ട്. അതിൻ്റെ ഒരു വിധി കഴിഞ്ഞ ദിവസം ഉണ്ടാവുന്നു. അപ്പം അതിന് സാക്ഷിയായിട്ട് അന്നുണ്ടായിരുന്ന ആ മരണപ്പെട്ടു പോയ കുട്ടിയുടെ ഒരു ബന്ധു, ആ വ്യക്തി മരണപ്പെട്ടു, ആ വ്യക്തി ഇല്ല. കാരണം ആ വ്യക്തിക്കായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പറയുന്നത് വിധി പ്രഖ്യാപനത്തിലൂടെ എന്തെങ്കിലും ഒരു നീതി ഉണ്ടായെന്ന് അറിയേണ്ടിയിരുന്നത് ആ വ്യക്തിക്കാണ്. ആ വ്യക്തി അത് കേൾക്കാൻ നിന്നില്ല. കാരണം അത്രയും വർഷങ്ങളെടുത്തു ആ ഒരു സംഭവം. അപ്പം ആ ഒരു കാലയളവ് അത് പെട്ടെന്ന്, കാരണം ഈ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ഹാൻഡ് ഓവർ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുക, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, വിധി പ്രഖ്യാപിക്കുക. കാരണം പല കേസുകളിലും നമ്മൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഇഴഞ്ഞ് താങ്ങി ഇങ്ങനെ പോകുന്നതിൻ്റെ പേരിൽ പലപ്പോഴും ഈ തരത്തിലുള്ള തെളിവുകൾ പോലും നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ കാലപ്പഴക്കം കൊണ്ട് ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്ന എത്രയോ കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ കുറേ അധികം എന്ന് പറയുന്നത്
ഒരു മാറ്റം വരേണ്ട സാഹചര്യം കുറേയധികം മുന്നോട്ട് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഓരോ ഈ പറയുന്ന കണക്ക് തന്നെ എല്ലാ മനുഷ്യനും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയപ്പെടുന്നതിനോട് അത്ര അങ്ങ് യോജിക്കാൻ പറ്റില്ല. കാരണം ഒരാളുടെ ജീവൻ അറിഞ്ഞുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവകാശം എടുക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ എന്തിനാണ് ജീവിക്കാനുള്ള അവകാശം കൊടുക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും ഉയർന്നു വരുന്നതാണ്. കാരണം നമുക്ക് ഈ പറയുന്ന കണക്ക് മറ്റൊരാളുടെ കാര്യം കേൾക്കുന്ന സമയത്ത് അയ്യോ അങ്ങനല്ലല്ലോ, അയാളുടെ ചിലപ്പോൾ കയ്യബദ്ധം പറ്റിപ്പോയതാണല്ലോ, ഇനിയപ്പോൾ പോട്ട് ചിലപ്പോൾ നല്ലതാവാം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ അത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളത് കല്ലിതുള്ളും. ഇതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആൾക്കാരത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിയമത്തിൽ വരേണ്ടതുണ്ട്, സാധ്യതകളുണ്ട്.